അൽമ കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം വരെ നാട്ടുകാർക്ക് മുമ്പിലും വീട്ടുകാർക്ക് മുമ്പിലും സോഷ്യൽ മീഡിയയിലും അവർ ഏറ്റവും വലിയ നല്ല മാതൃകാ ദമ്പതികളായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവർക്കിടയിൽ എന്തുണ്ടായി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. വിഷ്ണുവിന് പെട്ടെന്നുണ്ടായ ദേഷ്യം അതാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതായിരുന്നു നിലവിലൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ സാഹചര്യ തെളിവുകളും ഇപ്പോൾ ചില ആളുകൾ പ്രതികരിക്കുന്നതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ വിഷ്ണു ഉള്ളിലൊതുക്കിയ പകയാണ് അൽമയോട് തീർത്തത് എന്നത് വ്യക്തം. ഈ വീട്ടിൽ ആ കൊലപാതകം നടന്ന രാത്രി അന്ന് വലിയ പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വിഷ്ണു തന്നെ പോലീസിന് മൊഴി നൽകി. പക്ഷേ ആ വീട്ടിനകത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ശബ്ദമോ മറ്റെന്തെങ്കിലും തരത്തിലോ പുറത്തേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൽമയോട് തന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഷ്ണു സംസാരിച്ചിരുന്നു. പക്ഷേ വിഷ്ണു ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും അൽമ എതിർത്തു എന്നുള്ളതാണ് വിഷ്ണു മൊഴിയായിട്ട് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസിന്റെ സംശയവും യാഥാർത്ഥ്യമാകുന്ന തരത്തിൽ തെളിവുകൾ വരുന്നുണ്ട്. അതായത് താൻ കുടുംബ വഴക്കിനെ തുടർന്ന് കുട്ടികളില്ലാത്ത വിഷയവുമായി സംബന്ധിച്ച് അൽമയോട് സംസാരിച്ച് വഴക്കാകുകയും അതിന്റെ ഭാഗമായിട്ട് ഡിവോഴ്സ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നും അതിന്റെ ദേഷ്യം ആ ഡിവോഴ്സ് തരാത്ത ദേഷ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള മൊഴി പോലീസിന് വിഷ്ണു നൽകിയിരുന്നുവെങ്കിലും പോലീസിന്റെ സംശയം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഇവർക്കിടയിൽ മൂന്നാമതൊരുവൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. നിലവിൽ പുറത്തു വന്ന ഓരോ റിപ്പോർട്ട് പ്രകാരവും അൽമയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി, അതോടൊപ്പം വളർത്തു മൃഗങ്ങളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു പ്രകൃതക്കാരി. ഇത് രണ്ടും തന്നെയാണ് അൽമയുടെ ജീവനെടുക്കാൻ, അൽമയ്ക്ക് ജീവൻ നഷ്ടമാകാൻ കാരണമായിരിക്കുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് അൽമയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള സംശയം വിഷ്ണുവിലുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അതേക്കുറിച്ചുള്ള സംസാരങ്ങൾ, തർക്കങ്ങൾ അങ്ങനെയൊക്കെ തുടർന്നു എന്നുള്ളതാണ് വിവരം. ഇതിനിടയിലാണ് തന്റെ വളർത്തുമൃഗത്തിന് ഭക്ഷണം കാര്യങ്ങളുമെല്ലാം കൊണ്ടു നൽകാൻ വേണ്ടി ഒരു യുവാവ് ഈ വീട്ടിലേക്ക് എത്തുന്നത് വിഷ്ണുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അൽമയിലേക്ക് എത്തി. ആദ്യം പലതരത്തിലുള്ള മറുപടികൾ നൽകിയെങ്കിലും പിന്നീട് ആ ഒരു കാര്യം വിഷ്ണുവിനോട് അൽമ സമ്മതിച്ചതായിട്ടാണ് വിഷ്ണുവിന്റെ ചില സുഹൃത്തുക്കൾ നിലവിൽ ചില മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള സൂചനകൾ. ആ മൂന്നാമൻ അതാരാണ് എന്ന് ആർക്കും അറിയില്ല എങ്കിൽ പോലും ഇവിടെ അൽമയുടെ ജീവികൾക്ക്, അൽമയുടെ വളർത്തു മൃഗങ്ങൾക്ക്, പൂച്ചകൾക്ക് ഭക്ഷണം നൽകാൻ എത്തിയിട്ടുള്ള യുവാവുമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ അടക്കം അൽമയെ കണ്ടു എന്നതിനെ തുടർന്നുള്ള തർക്കമാണ് ഡിവോഴ്സിലേക്ക് അടക്കം എത്തിയതെന്നാണ് ഈ സുഹൃത്തുക്കൾ നൽകുന്ന റിപ്പോർട്ടുകൾ. അതായത് വിഷ്ണു പറയുന്നത് പോലെ വെറും ഒരു കുട്ടികളില്ലാത്തതിനെ തുടർന്നുള്ള തർക്കമായിരുന്നില്ല, മറിച്ച് വിഷ്ണുവിന് അൽമയിലുണ്ടായ സംശയം, അതിനിടയിൽ ചില സാഹചര്യങ്ങൾ തെളിവായിട്ട് വിഷ്ണുവിന് മുന്നിലേക്ക് എത്തിയതൊക്കെ തന്നെയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ വീടിന്റെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ആരോരുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ വീട് അനാഥമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള നായ്ക്കളെ കാണാനില്ല. അയൽവാസികൾ അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് അതിനെ മാറ്റിയിട്ടിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അൽമയ്ക്ക് ഒന്നിൽ രണ്ട് മൂന്നിലധികം പൂച്ചകൾ ഉണ്ടായിരുന്നു. ആ പൂച്ചകൾ ആ കിടക്കുന്ന അതേ സ്ഥലത്ത് ഇന്നും തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അൽമ മരണപ്പെടുന്ന അന്ന് ഇട്ടിരുന്ന ലൈറ്റുകളൊക്കെ ഇപ്പോഴും നിലയ്ക്കാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കള വാതിൽക്കൽ പൂച്ചകൾ നിരന്നു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നിലധികം പൂച്ചകൾ തന്റെ യജമാനനായ അൽമ ഇപ്പോൾ തിരിച്ചു വരും, തനിക്ക് ഭക്ഷണം തിരികെ നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാകും. കാരണം ആളനക്കം കേൾക്കുമ്പോൾ ഒന്ന് തലപൊക്കി നോക്കി അതേ സ്ഥലത്ത് തന്നെ കിടക്കുകയാണ് ഈ ജീവികൾ. എന്തായാലും ഈ വീട് അനാഥമാക്കപ്പെട്ടപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദേശം തന്നെയാണ്. നമുക്കറിയാം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ സ്നേഹബന്ധം, അതിന്റെ ആഴം, അതൊക്കെ വ്യക്തമാക്കുന്നതാണ്. ആ വീഡിയോകളിലൊക്കെ അൽമ
വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്നതും തന്റെ കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. എന്നാൽ അതേ അൽമയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അൽമ ആവശ്യപ്പെടുന്ന തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തു നൽകിയ അതേ അൽമയെ വിഷ്ണു അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരുന്നു. തന്റെ പക അടങ്ങും വരെയുള്ള ഒരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. തനിക്ക് കിട്ടാത്തത് ഇനി ആർക്കും വേണ്ട എന്നുള്ള തോന്നലാണോ, അതോ അൽമയെ കൊന്ന് സ്വന്തം ജീവനെടുക്കാനുള്ള തീരുമാനമായിരുന്നു വിഷ്ണുവിനുണ്ടായിരുന്നത് എന്നുള്ളതും ഒരു സംശയമായിട്ട് നിൽക്കുന്നു. എന്തായാലും പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വിഷ്ണു ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം വ്യക്തമായിരിക്കുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു കൊലപാതക വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അൽമയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ പ്രവർത്തിക്കാനുള്ള ഇഷ്ടം അതൊക്കെ തന്നെ വ്യക്തമാണ്. ഇത്തരത്തിൽ അൽമയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത വിഷ്ണുവിനെ എന്തിനാ ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് ആക്കി എന്നുള്ള ആശങ്ക വിഷ്ണുവിന്റെ കുടുംബത്തിനുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഷ്ണു പരാതി പറഞ്ഞ അല്ലെങ്കിൽ താൻ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ള സഹോദരന്റെ വീട്ടിലാണ്. വിഷ്ണുവിന്റെ കുടുംബ വീടാണ് ഇത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നമ്മൾ ഇവിടെ വന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാകും. അതിന്റെ വേദനയിൽ മരുന്ന് കഴിച്ച് അമ്മ സെഡേഷനിലായതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള ബന്ധുക്കളൊക്കെ പറയുന്നത് വളരെ സ്നേഹത്തോടെ അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. അവർ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുമിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തങ്ങൾക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ള ആശങ്കയിലാണ് തങ്ങളും എന്നാണ് വിഷ്ണുവിന്റെ ബന്ധുക്കൾ പ്രതികരിക്കുന്നത്. ഇവിടെയാണ് അൽമയെ അടക്കം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ശരിക്കും ഈ അൽമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും തുടരുകയാണ്, സംശയമായിട്ട് തന്നെ തുടരുകയാണ്. നിലവിൽ അൽമയുടെ ബന്ധുക്കൾ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ബൈറ്റ് പ്രകാരമൊക്കെ പറയുന്നത് അൽമയ്ക്കുള്ള ആ ഒരു പയ്യനുമായിട്ടുള്ള ബന്ധം അത് ഈ വിഷ്ണുവിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. വിഷ്ണു പലപ്പോഴും ഈ ബന്ധത്തെ വിലക്കിയിരുന്നു എന്നുള്ളതാണ് ഈ വിഷ്ണുവിന്റെ ഒരു സുഹൃത്ത് നിലവിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ആ വിലക്ക് അതിന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സംസാരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പറഞ്ഞ് മടുത്ത് വിഷ്ണു അവസാനം കൗൺസിലിങ്ങിന് വരെ അൽമയെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനകൾ. പക്ഷേ അതിനൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അൽമ എന്നുള്ളതാണ്. അവസാനം നിവർത്തികെട്ടാണ് വിഷ്ണു ആ കടുങ്കൈ ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ വിഷ്ണുവിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. വിഷ്ണു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളോട് വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും സുഹൃത്തുക്കളോട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, തനിക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിൽ നിലപാട് അല്ലെങ്കിൽ ആ ഒരു വിഷമം പങ്കിട്ടിരുന്നു എന്നുള്ളതാണ് സൂചന. എന്തായാലും അങ്ങനെയാണ് എങ്കിൽ പോലും എന്തുകൊണ്ട് പോലീസിനോട് ആ വ്യക്തമായിട്ടുള്ള ആ ഒരു കാര്യം വിഷ്ണു പറഞ്ഞില്ല എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യമായിട്ട് മാറുകയാണ്. അതായത് വിഷ്ണുവിന്റെ ഉള്ളിൽ ഈ ഒരു വിഷമം, സങ്കടം അത് നീറി അതൊരു പകയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിനാണ് തിരുവനന്തപുരം ഒന്നുകൂടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്.